1 ശമൂവേൽ 20-ാം അധ്യായം. ദാവീദ് രാമയിലെ നയ്യോത്തിൽ നിന്ന് ഓടി യോനാഥാന്റെ അടുക്കൽ ചെന്നു. ഞാൻ എന്തു ചെയ്തു? എന്റെ കുറ്റം എന്ത്? നിന്റെ അപ്പൻ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കേണ്ടതിന് അവനോട് ഞാൻ ചെയ്ത പാപം എന്ത് എന്ന് ചോദിച്ചു. അവൻ അവനോട്, അങ്ങനെ ഭവിക്കരുതേ, നീ മരിക്കയില്ല. എന്റെ അപ്പൻ എന്നെ അറിയിക്കാതെ വലുതോ ചെറുതോ യാതൊന്നും ചെയ്യാറില്ല. പിന്നെ ഈ കാര്യം എന്നെ മറപ്പാൻ സംഗതി എന്ത്? അങ്ങനെ വരികയില്ല എന്ന് പറഞ്ഞു. ദാവീദ് പിന്നെയും അവനോട്, എന്നോട് നിനക്ക് പ്രിയമാകുന്നുവെന്ന് നിന്റെ അപ്പൻ നല്ലവണ്ണം അറിയാൽ യോനാഥാൻ ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവൻ ഇത് ഗ്രഹിക്കരുത് എന്ന് അവൻ വിചാരിക്കുന്നു. എന്നാൽ യഹോവയാണ്, നിന്നാണ് എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് സത്യം ചെയ്ത് പറഞ്ഞു. അപ്പോൾ യോനാഥാൻ ദാവീദിനോട്, നിന്റെ ആഗ്രഹം എന്ത്? ഞാനത് ചെയ്തു തരും എന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനോട് പറഞ്ഞത്, നാളെ അമാവാസിയാകുന്നു. ഞാനും രാജാവിനോടുകൂടെ പന്തി ഭോജനത്തിന് ഇരിക്കേണ്ടതല്ലോ. എങ്കിലും മറ്റന്നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിപ്പാൻ എനിക്ക് അനുവാദം തരേണം. നിന്റെ അപ്പൻ എന്നെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചാൽ ദാവീദ് സ്വന്തം പട്ടണമായ ബേത്ലഹേമിലേക്ക് ഒന്ന് പോയി വരേണ്ടതിന് എന്നോട് താല്പര്യമായ അനുവാദം ചോദിച്ചു. അവന്റെ കുലത്തിനെല്ലാം അവിടെ വർഷാന്തരയാഗമുണ്ട് എന്ന് ബോധിപ്പിക്കണം. കൊള്ളാമെന്ന് അവൻ പറഞ്ഞാൽ അടിയന് ശുഭം, അല്ല കോപിച്ചാൽ അവൻ ദോഷം നിർണയിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളേണം. എന്നാൽ അങ്ങൊന്ന് അടിയനോട് ദയ ചെയ്യണം. അടിയനുമായി യഹോവയെ സാക്ഷിയാക്കി സഖ്യത ചെയ്തിട്ടുണ്ടല്ലോ. വല്ല കുറ്റവും എന്നിലുണ്ടെങ്കിലോ അങ്ങൊന്നു തന്നെ എന്നെ കൊല്ലുക. അപ്പന്റെ അടുക്കൽ എന്നെ കൊണ്ടുപോകുവാൻ എന്തൊരാവശ്യം? അതിന് യോനാഥാൻ, അങ്ങനെ നിനക്ക് വരാതിരിക്കട്ടെ. എന്റെ അപ്പൻ നിനക്ക് ദോഷം വരുത്തുവാൻ നിർണയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ അറിയിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനോട്, നിന്റെ അപ്പൻ നിന്നോട് കഠിനമായി ഉത്തരം പറഞ്ഞാലോ അത് ആർ എന്നെ അറിയിക്കും എന്ന് ചോദിച്ചു. യോനാഥാൻ ദാവീദിനോട്, വരിക, നമുക്ക് വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ ഇരുവരും വയലിലേക്ക് പോയി. പിന്നെ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സാക്ഷി, നാളെ ഈ നേരത്തോ മറ്റന്നാളോ എന്റെ അപ്പന്റെ അന്തർഗതം അറിഞ്ഞ് നിനക്ക് ഗുണമെന്ന് കണ്ടാൽ ഞാൻ ആളയച്ച് നിന്നെ അറിയിക്കാതിരിക്കുമോ? എന്നാൽ നിന്നോട് ദോഷം ചെയ്യുവാനാകുന്നു എന്റെ അപ്പന്റെ ഭാവമെങ്കിൽ ഞാനത് നിന്നെ അറിയിച്ച് നീ സമാധാനത്തോടെ പോകേണ്ടതിന് നിന്നെ പറഞ്ഞയക്കാതിരുന്നാൽ യഹോവ യോനാഥാനോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. യഹോവ എന്റെ അപ്പനോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കുമാറാകട്ടെ. ഞാൻ ഇനി ജീവനോടിരിക്കുകയാകുന്നു എങ്കിൽ ഞാൻ മരിക്കാതെ വണ്ണം യഹോവയുടെ ദയ നീ കാണിക്കേണ്ടത് എന്നോട് മാത്രമല്ല എന്റെ ഗൃഹത്തോടും നിന്റെ ദയ ഒരിക്കലും അറ്റുപോകരുത്. യഹോവ ദാവീദിന്റെ ശത്രുക്കളെ ഒട്ടൊഴിയാതെ ഭൂതലത്തിൽ നിന്ന് ഛേദിച്ചു കളയും കാലത്തും അറ്റുപോകരുത്. ഇങ്ങനെ യോനാഥാൻ ദാവീദിന്റെ ഗൃഹത്തോട് സഖ്യത ചെയ്തു. ദാവീദിന്റെ ശത്രുക്കളോട് യഹോവ ചോദിച്ചുകൊള്ളും. യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിക്കയാൽ തന്നോടുള്ള സ്നേഹത്തെ ചൊല്ലി അവനെ കൊണ്ട് പിന്നെയും സത്യം ചെയ്യിച്ചു. പിന്നെ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞത്, നാളെ അമാവാസിയാകുന്നുവല്ലോ. നിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞിരിക്കുമ്പോൾ നീ ഇല്ലെന്ന് കാണും. 3 ദിവസം കഴിഞ്ഞിട്ട് കാര്യം നടന്ന അന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ ഇറങ്ങി വന്ന് ഏസൽ കല്ലിന്റെ അരികെ താമസിക്കണം. അപ്പോൾ ഞാൻ അതിന്റെ ഒരു വശത്ത് ഒരു ലാക്കിനെ എയ്യുന്ന ഭാവത്തിൽ 3 അമ്പ് എയ്യും. നീ ചെന്ന അമ്പു നോക്കി എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് ഒരു ബാല്യക്കാരനെ അയക്കും. അമ്പുകൾ നിന്റെ ഇപ്പുറത്തിതാ എടുത്തുകൊണ്ട് വരിക എന്ന് ഞാൻ ബാല്യക്കാരനോട് പറഞ്ഞാൽ നീ അവ എടുത്തുകൊണ്ട് വരിക. യഹോവയാണ്, നിനക്ക് ശുഭമല്ലാതെ മറ്റൊന്നും വരികയില്ല. എന്നാൽ ഞാൻ ബാല്യക്കാരനോട് അമ്പ് നിന്റെ അപ്പുറത്ത് അതാ എന്ന് പറഞ്ഞാൽ നിന്റെ വഴിക്ക് പൊയ്ക്കൊള്ളുക. യഹോവ നിന്നെ പറഞ്ഞയച്ചിരിക്കുന്നു. ഞാനും നീയും തമ്മിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലോ യഹോവ എനിക്ക് നിനക്കും മധ്യേ എന്നേക്കും സാക്ഷി. ഇങ്ങനെ ദാവീദ് വയലിൽ ഒളിച്ചു. അമാവാസിയായപ്പോൾ രാജാവ് പന്തി ഭോജനത്തിനിരുന്നു. രാജാവ് പതിവ് പോലെ ചുവരിനരികെയുള്ള തന്റെ ആസനത്തിന്മേൽ ഇരുന്നു. യോനാഥാൻ എഴുന്നേറ്റ് നിന്നു. അബ്നേർ ശൗലിന്റെ അരികെ ഇരുന്നു. ദാവീദിന്റെ സ്ഥലം ഒഴിഞ്ഞു കിടന്നു. അന്ന് ശൗൽ ഒന്നും പറഞ്ഞില്ല.
അവൻ എന്തോ ഭാവിച്ചു, അവന് ശുദ്ധിയില്ലായിരിക്കും. അതെ, അവന് ശുദ്ധിയില്ല എന്ന് അവൻ വിചാരിച്ചു. അമാവാസിയുടെ പിറ്റേന്നാളും ദാവീദിന്റെ സ്ഥലം ഒഴിഞ്ഞു കിടന്നു. ശൗൽ തന്റെ മകനായ യോനാഥാനോട്, ഇശായിയുടെ മകൻ ഇന്നലെയും ഇന്നും പന്തിഭോജനത്തിന് വരാതിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യോനാഥാൻ ശൗലിനോട്, ദാവീദ് ബേത്ലഹേമിൽ പോകുവാൻ എന്നോട് താല്പര്യമായി അനുവാദം ചോദിച്ചു. ഞങ്ങളുടെ കുലത്തിന് പട്ടണത്തിൽ ഒരു യാഗമുള്ളതുകൊണ്ട് എന്നെ വിട്ടയക്കണമേ. എന്റെ ജ്യേഷ്ഠൻ തന്നെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ ഞാൻ എന്റെ സഹോദരന്മാരെ ചെന്ന് കാണുവാൻ അനുവദിക്കണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാകുന്നു അവൻ രാജാവിന്റെ പന്തിഭോജനത്തിന് വരാതിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശൗലിന്റെ കോപം യോനാഥാന്റെ നേരെ ജ്വലിച്ചു. അവൻ അവനോട്, വക്രതയും ദുഷാഠ്യവും ഉള്ളവളുടെ മകനെ, നിന്റെ സ്വന്തം ലജ്ജയ്ക്കും നിന്റെ അമ്മയുടെ നഗ്നതയുടെ ലജ്ജയ്ക്കുമായി നീ ഇശായിയുടെ മകനോട് കൂടിയിരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടെയോ? ഇശായിയുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കലും നീയും നിന്റെ രാജ്യത്വവും ഉറക്കിയില്ല. ഉടനെ ആളയച്ച് അവനെ എന്റെ അടുക്കൽ വരുത്തുക, അവൻ മരണയോഗ്യനാകുന്നു എന്ന് പറഞ്ഞു. യോനാഥാൻ തന്റെ അപ്പനായ ശൗലിനോട്, അവനെ എന്തിനു കൊല്ലുന്നു? അവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ശൗൽ അവനെ കൊല്ലുവാൻ അവന്റെ നേരെ കുന്തം ചാട്ടി. അതിനാൽ തന്റെ അപ്പൻ ദാവീദിനെ കൊല്ലുവാൻ നിർണയിച്ചിരിക്കുന്നു എന്ന് യോനാഥാൻ അറിഞ്ഞു. യോനാഥാൻ അതികോപത്തോടെ പന്തിഭോജനത്തിൽ നിന്ന് എഴുന്നേറ്റു. അമാവാസിയുടെ പിറ്റന്നാൾ ഭക്ഷണം ഒന്നും കഴിച്ചതുമില്ല. തന്റെ അപ്പൻ ദാവീദിനെ അപമാനിച്ചതുകൊണ്ട് അവനെക്കുറിച്ച് അവൻ വ്യസനിച്ചിരുന്നു. പിറ്റേന്നാൾ രാവിലെ ദാവീദുമായി നിശ്ചയിച്ചിരുന്ന സമയത്ത് യോനാഥാൻ ഒരു ചെറിയ ബാല്യക്കാരനോടുകൂടെ വയലിലേക്ക് പോയി. അവൻ തന്റെ ബാല്യക്കാരനോട്, ഓടിച്ചെന്ന് ഞാൻ എയ്യുന്ന അമ്പ് എടുത്തുകൊണ്ടുവാ എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ ഓടുമ്പോൾ അവന്റെ അപ്പുറത്തേക്ക് ഒരമ്പ് എയ്തു. യോനാഥാൻ എയ്ത അമ്പ് വീണയിടത്ത് ബാല്യക്കാരൻ എത്തിയപ്പോൾ യോനാഥാൻ ബാല്യക്കാരനോട്, അമ്പ് നിന്റെ അപ്പുറത്തല്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെയും യോനാഥാൻ ബാല്യക്കാരനോട്, ബന്ധപ്പെട്ട് ഓടി വരിക, നിൽക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞു. യോനാഥാന്റെ ബാല്യക്കാരൻ അമ്പുകളെ പെറുക്കി യജമാന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ യോനാഥാനും ദാവീദും അല്ലാതെ ബാല്യക്കാരൻ കാര്യമൊന്നും അറിഞ്ഞില്ല. പിന്നെ യോനാഥാൻ തന്റെ ആയുധങ്ങളെ ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. പട്ടണത്തിലേക്ക് കൊണ്ടുപോക എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ പോയ ഉടനെ ദാവീദ് തെക്ക് വശത്തു നിന്ന് എഴുന്നേറ്റ് വന്ന് 3 പ്രാവശ്യം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവർ തമ്മിൽ ചുംബനം ചെയ്ത് കരഞ്ഞു. ദാവീദോ ഉച്ചത്തിൽ കരഞ്ഞുപോയി. യോനാഥാൻ ദാവീദിനോട്, യഹോവ എനിക്കും നിനക്കും എന്റെ സന്തതിക്കും നിന്റെ സന്തതിക്കും മധ്യേ എന്നേക്കും സാക്ഷി എന്നിങ്ങനെ നാം ഇരുവരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കൊണ്ട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റു പോയി. യോനാഥാനോ പട്ടണത്തിലേക്ക് പോന്നു.